യുദ്ധത്തിന് മുൻപേ തന്നെ ഒരു രാജ്യം എങ്ങനെയാണ് തകർന്നടിയുന്നത് എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി മാറുകയാണ് ഇറാൻ. അമേരിക്കയോടും ഇസ്രയേലിനോടും പോർ വിളിക്കുന്ന ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ശരിക്കും ഞെട്ടും. അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങൾ എത്തുന്നതിന് മുൻപേ തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ ഉപ്പുകുത്തിയിരിക്കുകയാണ്. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും പിന്നിൽ ഒളിക്കുന്ന ഇറാൻ ഭരണകൂടത്തിന് സ്വന്തം കറൻസിയെ സംരക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ആ രാജ്യത്തിന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഇന്നലെ എത്രയായി ഇടിഞ്ഞു എന്ന് കേട്ടാൽ നിങ്ങൾ അമ്പരക്കും. നമുക്ക് നോക്കാം. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ് ഇപ്പോൾ. തിങ്കളാഴ്ചത്തെ അനൗദ്യോഗിക വിപണി നിരക്കനുസരിച്ച് ഒരു $US കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 ലക്ഷം ഇറാനിയൻ റിയാലാണ്. അതെ, ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം 2 ദശലക്ഷമായി ഇടിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ദൈനംദിന നാണയ യൂണിറ്റായ തോമാന്റെ കണക്കെടുത്താൽ $1 2 ലക്ഷം തോമാൻ എന്ന നിരക്കിലാണ് ഇപ്പോൾ വിനിമയം നടക്കുന്നത്. കേവലം ഒരാഴ്ചക്കുള്ളിൽ 7% ഇടിവാണ് ഇറാനിയൻ കറൻസിക്കുണ്ടായത്. ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളും കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഒരു കടലാസ് കൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. വെടിയുണ്ടകളോ മിസൈലുകളോ ഉപയോഗിക്കാതെ തന്നെ ഒരു ശത്രു രാജ്യത്തെ എങ്ങനെ വീഴ്ത്താമെന്ന് അമേരിക്ക ഇപ്പോൾ കാണിച്ചു തരികയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനെതിരെ പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ ഉപരോധങ്ങളെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ വിശേഷിപ്പിച്ചത് സാമ്പത്തിക D-Day അഥവാ എക്കണോമിക് D-Day എന്നാണ്. ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, അവരുടെ ജീവവായുവായ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒരു രാജ്യത്തിനെതിരെ നടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണത്തിനാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇറാനുമായി എണ്ണ വ്യാപാരമോ പണമിടപാടുകളോ നടത്തുന്ന മറ്റു രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമെതിരെ കർശന ഉപരോധങ്ങൾ കൊണ്ടുവരാനാണ് അമേരിക്കയുടെ നീക്കം. ജൂണിൽ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ ധാരണാപത്രത്തിലെ 60 ദിവസത്തെ സമയപരിധി അവസാനിച്ചതോടെയാണ് കാര്യങ്ങൾ ഇറാന്റെ കൈവിട്ടുപോയത്. ആണവ വിഷയത്തിലോ ഉപരോധത്തിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. ഇറാനുമായുള്ള വ്യാപാരം UAE ഇതിനകം തന്നെ നിർത്തിവെച്ചും കഴിഞ്ഞു. ഇവിടെയാണ് ഇറാന്റെ ഗതികേടും ഇരട്ടത്താപ്പും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന് മുന്നിൽ വൻ ശക്തിയാണ് എന്നൊക്കെ വീമ്പിളക്കുകയും പോർവിളികൾ നടത്തി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇറാൻ സാമ്പത്തികമായി എത്രത്തോളം ദുർബലമാണെന്നാണ് ഈ തകർച്ച വ്യക്തമാക്കുന്നത്. ദശാബ്ദങ്ങളായുള്ള ഉപരോധങ്ങളും ഇരട്ട അക്കത്തിലുള്ള പണപ്പെരുപ്പവും കാരണം പൊറുതിമുട്ടിയ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഭരണകൂടമാണ് അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ.